السلام عليكم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، وصلى الله وسلم وبارك على عبده ورسوله نبينا محمد وعلى آله وأصحابه أجمعين. أما بعد. സഹോദരങ്ങളെ, സൂറത്തു അൽ-വാഖിഅയുടെ തഫ്സീറാണ് നമ്മൾ കുറച്ചാഴ്ചകളിലായി പഠിച്ചു വരുന്നത്. ഈ സൂറത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, 83-ാമത്തെ ആയത്ത് മുതൽ അവസാനം വരെയാണ് ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ലാഹ്. فلولا إذا بلغت الحلقوم وأنتم حينئذ تنظرون ونحن أقرب إليه منكم ولكن لا تبصرون فلولا إن كنتم غير مدينين ترجعونها إن كنتم صادقين فلولا إذا بلغت الحلقوم. ഹുൽഖൂമിൽ എത്തിയാൽ, ഹുൽഖൂം എന്നാൽ തൊണ്ടക്കാണ് ഹുൽഖൂം എന്ന് പറയുക. ഹുൽഖൂമിൽ എത്തിയാൽ ഫലൗല ചെയ്തുകൂടായിരുന്നോ, ആയിക്കൂടായിരുന്നോ, ഇദാ ബലഗത്തിൽ ഹുൽഖൂം, ഇദാ ബലഗത്ത് എത്തിയാൽ, അൽ ഹുൽഖൂം തൊണ്ടയിലെത്തിയാൽ, അഥവാ ജീവൻ തൊണ്ടയിലെത്തിയാൽ അള്ളാഹു അവന്റെ മലായിക്കത്ത് മുഖേന മനുഷ്യരെ മരിപ്പിക്കുന്ന രംഗമാണ് ഈ പറയുന്നത്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം, തൊണ്ടയിലെത്തിയാൽ ആയിക്കൂടായിരുന്നോ, വഅൻതും നിങ്ങൾ ആ സമയത്ത്, വഅൻതും നിങ്ങൾ, ഹീന ഇദിൻ ആ സമയത്ത്, തൻദുറൂൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അഥവാ നമ്മുടെ മുന്നിൽ മരണാസന്നനായി അല്ലെങ്കിൽ മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെ നോക്കിയിരിക്കാനല്ലാതെ ഒന്നും ചെയ്യാൻ അതിന്റെ നേരമെത്തിയാൽ ഒരാൾക്കും സാധിക്കുകയില്ല. വനഹ്നു നാമാണ്, അഖ്റബു ഇലൈഹി അവനോട് അടുത്തിട്ടുള്ളത്, മിൻകും നിങ്ങളെക്കാൾ, വലാകിൻ പക്ഷേ, ലാ തുബ്സിറൂൻ നിങ്ങൾ കാണുകയില്ല, നിങ്ങൾ കാണുന്നില്ല. അഥവാ ഇവിടെ ഉദ്ദേശം അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ മലായിക്കത്ത് മുഖേന അവന്റെ പടപ്പുകളോട് അടുത്തിരിക്കുന്നു. ആ സമയത്ത് റബ്ബിന്റെ മലക്കുകൾ ആണ് അവിടെ അടുത്തു വരിക. അതാണ് ഇവിടെ ഉദ്ദേശം. ഏതുപോലെ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അരികിൽ മലക്കുകൾ വന്ന് ഇബ്രാഹിം നബിക്ക് ഇസ്ഹാഖ് അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ചുള്ള സന്തോഷ വാർത്ത അറിയിച്ച രംഗം. അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വദഹബ عن إبراهيم الروع يجادلنا في قوم لوط. ഇബ്രാഹിം നബിയിൽ നിന്ന് പേടി നീങ്ങിയപ്പോൾ, ആദ്യം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം പേടിച്ചുപോയി, ഇതാരാണെന്ന് മനസ്സിലാകാതെ. എന്നാൽ പേടി നീങ്ങി മലക്കുകളാണെന്ന് മനസ്സിലായപ്പോൾ അള്ളാഹു പറയുന്നു, യുജാദിലുന, ഇബ്രാഹിം ഇതാ നമ്മോട് തർക്കിക്കുന്നു, ഫീ ഖൗമി ലൂത്ത്, ലൂത്ത് നബിയുടെ ജനങ്ങളുടെ കാര്യത്തിൽ തർക്കിക്കുന്നു എന്ന് പറഞ്ഞാൽ ലൂത്ത് നബിയുടെ ഖൗമിനെ നശിപ്പിക്കാനാണ് ഞങ്ങൾ വന്നത് അള്ളാഹുവിന്റെ കൽപ്പനയുമായി എന്ന് മലക്കുകൾ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിനോട് പറഞ്ഞു. ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം അവരോട് സംസാരിച്ചു, അവിടെ ലൂത്തുണ്ടല്ലോ, പിന്നെ എങ്ങനെയാണ് ആ ഖൗമിനെ നശിപ്പിക്കുക എന്ന് തുടങ്ങി ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം സംസാരിച്ചത് മലക്കുകളോടാണ്. പക്ഷെ അള്ളാഹു അതിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? യുജാദിലുന, നമ്മോട് സംസാരിക്കുന്നു, നമ്മോട് തർക്കിക്കുന്നു, ഫീ ഖൗമി ലൂത്ത്, ലൂത്ത് നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഖൗമിന്റെ വിഷയത്തിൽ. അതുപോലെയാണ് ഈ ആയത്ത്. വനഹ്നു അഖ്റബു ഇലൈഹി മിൻകും,
നാം അവനോട് അടുത്തുണ്ട് നിങ്ങളെ കാണാൻ സമയത്ത്. വലാക്കില്ലാത്ത ഉത്സവവും, പക്ഷെ നിങ്ങൾ കാണുകയില്ല. ഇവിടെ നാം എന്നതുകൊണ്ട് അള്ളാഹു ഉദ്ദേശിച്ചത് മലക്കുകൾ മുഖേന അള്ളാഹു അടുത്തുണ്ട്, അഥവാ അള്ളാഹുവിന്റെ കൽപ്പന നടപ്പാക്കാൻ വന്നവരാണ് മലായിക്ക. മലക്കുൽ മൗത്തും കൂടെ ഉള്ളവരും, മലക്കുൽ മൗത്തും മലക്കുൽ മൗത്തിന്റെ കീഴിലുള്ള മലായിക്കത്തും, അവരാണ് ഇവിടെ ഉദ്ദേശം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ. ഫലൗലാ നിങ്ങളല്ലെങ്കിൽ, ഇൻ കുൻതും ഗൈറ മദീനീൻ നിങ്ങൾ ദീൻ വാദിക്കുന്നവരല്ലെങ്കിൽ, എന്ന് പറഞ്ഞാൽ ദീൻ നിങ്ങൾക്ക് ബാധകമല്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളോ ഒന്നും ബാധകമല്ലാത്ത ആളുകളാണ് നിങ്ങളെങ്കിൽ, തർജിഊനഹ നിങ്ങളത് കൊണ്ടുവരേണ്ടതാണ്, തിരിച്ചു കൊണ്ടുവരേണ്ടതാണ്. ഇൻ കുൻതും സാദിഖീൻ നിങ്ങൾ സത്യസന്ധന്മാരാണെങ്കിൽ, അഥവാ മുകളിലേക്ക് പോകുന്ന റൂഹിനെ തിരിച്ചു കൊണ്ടുവരേണ്ടവരാണ് നിങ്ങൾ. സുബ്ഹാനല്ലാഹ്, എത്ര നമുക്ക് ചിന്തിക്കാനുള്ള ആയത്തുകളാണിത്. അള്ളാഹു പറയുന്നു, ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖൂം വഅൻതും ഹീനഇദിൻ തൻദുറൂൻ വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ ഫലൗലാ ഇൻ കുൻതും ഗൈറ മദീനീൻ തർജിഊനഹാ ഇൻ കുൻതും സാദിഖീൻ. റബ്ബ് സുബ്ഹാനഹു വ തആല റൂഹ് തൊണ്ടകുഴിയിലെത്തുന്ന രംഗത്തെക്കുറിച്ച് പറയുന്നു. അള്ളാഹുവിന്റെ മലക്കുകളാണ് നമ്മുടെ റൂഹ് പിടിക്കാൻ വരിക. വന്നാസിആതി ഗർഖാ വന്നാശിതാതി നഷ്താ. അള്ളാഹു പറഞ്ഞു, വന്നാസിആതി ഗർഖാ, ആഴത്തിൽ നിന്ന് റൂഹിനെ പറിച്ചെടുക്കുന്ന മലക്കുകൾ തന്നെ സത്യം. വന്നാശിതാതി നഷ്താ, വളരെ സൗമ്യമായി മൃദുവായി റൂഹിനെ എടുക്കുന്ന മലക്കുകൾ തന്നെ സത്യം. രണ്ടു രൂപത്തിലാണ് മനുഷ്യരുടെ മരണം. മുഅ്മിനാണെങ്കിൽ റബ്ബ് സുബ്ഹാനഹു വ തആലയുടെ മലക്കുകൾ സ്വർഗത്തിൽ നിന്നുള്ള ഒരു ഹനൂത്ത് അഥവാ ഒരു സുഗന്ധവും സ്വർഗത്തിൽ നിന്നുള്ള ഒരു കഫൻ തുണിയും കൊണ്ട് മരണാസന്നനായ ആളുടെ അടുത്തേക്ക് വരും. ആള് മരിച്ചിട്ടില്ല, ദുനിയാവിൽ തന്നെയാണുള്ളത്. പക്ഷേ അയാൾ തന്റെ ഒന്നാമത്തെ കാലടി ആഖിറത്തിലേക്ക് എടുത്തു വെക്കുകയാണ്. എങ്ങനെയാണത്? തന്റെ കണ്ണുകൾ കൊണ്ട് അയാൾ മലക്കുകളെ കാണും. ആ മരണശയ്യയിൽ വെച്ച് മലക്കുകളെ മരിക്കാൻ പോകുന്ന മനുഷ്യൻ കാണും. ചുറ്റും ചിലപ്പോൾ ആളുകൾ ഉണ്ടായിരിക്കാം, അയാളുടെ ബന്ധുക്കളും വേണ്ടപ്പെട്ടവരുമൊക്കെ മരണാസന്നരായ അയാളുടെ ചുറ്റുമുണ്ടായിരിക്കാം. പക്ഷേ അവർ കാണുന്നില്ല. ഈ കിടക്കുന്ന ആള് കാണുന്നു. ആഖിറത്തിലേക്കുള്ള ഒന്നാമത്തെ കാലടി അദ്ദേഹം വെക്കാൻ പോവുകയാണ്. മലക്കുൽ മൗത്തിന്റെ നേതൃത്വത്തിലാണ് വരിക. മലക്കുൽ മൗത്ത് ഉണ്ടാകും, അതുപോലെ മലക്കുൽ മൗത്തിന്റെ കൂടെ വേറെ മലക്കുകളും ഉണ്ടാകും. ഈ നോക്കുന്ന മനുഷ്യന്റെ കണ്ണെത്താ ദൂരത്തോളം അവർ വന്നിരിക്കും, മലക്കുകൾ വന്നിരിക്കും. നല്ല മനുഷ്യനാണെങ്കിൽ നല്ല രൂപത്തിലുള്ള വെളുത്ത മുഖമുള്ള മലായിക്കത്താണ് വരിക. എന്നാൽ മോശക്കാരാണെങ്കിൽ കറുത്ത മുഖമുള്ള ഭീതിപ്പെടുത്തുന്ന മലക്കുകളാണ് വരിക. നല്ല മനുഷ്യനാണെങ്കിൽ മലക്കുകൾ അദ്ദേഹത്തോട് പറയും, ഓ തയ്യിബത്തായ റൂഹ്, നല്ല ആത്മാവേ പുറത്തു വരിക. സന്തോഷ വാർത്ത മലക്കുകൾ അദ്ദേഹത്തെ അറിയിക്കും. ഇന്നല്ലദീന ഖാലു റബ്ബുന അല്ലാഹു ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم إن الذين قالوا ربنا الله ثم استقاموا ആരാണോ ഞങ്ങളുടെ റബ്ബ് അല്ലാഹു ആണെന്ന് പറയുകയും ثم استقاموا എന്നിട്ട് ദീനിൽ ഉറച്ചു നിൽക്കുകയും ചെയ്തത്, തതനസ്സലു അലൈഹിമുൽ മലായിക, മലക്കുകൾ അവർക്കരികിൽ ഇറങ്ങി വരും. എന്താണ് അവർ വന്ന് പറയുക? അല്ലാ തഖാഫു വലാ തഹ്സനു,
നിങ്ങൾ പേടിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതുമില്ല. പേടിയും ദുഃഖവും വേണ്ടെന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇതുവരെയുള്ള ലോകം വിട്ട് പുതിയ ലോകത്തേക്ക് പോവുകയാണ്. ഒരാൾ സ്വന്തം നാട് വിട്ട് തൻ്റെതല്ലാത്തൊരു നാട്ടിലെത്തിയാൽ ഈ രണ്ട് കാര്യങ്ങളാണ് അയാളുടെ മനസ്സിലുണ്ടാകുക. ഒന്ന് പേടി തോന്നും, കാരണം അപരിചിതമായ, പരിചിതമല്ലാത്ത ആളുകൾ എങ്ങനെയാണ്, ഇവിടുത്തെ ഇടപാടെങ്ങനെയാണ്, ഇവിടുത്തെ രീതികൾ എന്തൊക്കെയാണ്, എവിടെയാണ് എൻ്റെ താമസം, എന്തായിരിക്കും എൻ്റെ സൗകര്യങ്ങളുടെ ഒക്കെ അവസ്ഥ, ഇങ്ങനെയൊക്കെയുള്ള ഭീതിയും ആശങ്കയും ഒക്കെ മനസ്സിലുണ്ടാവും. പിന്നെയോ ദുഃഖവും ഉണ്ടാവും. ദുഃഖം എന്തിനെ കുറിച്ചാണ്? വിട്ടുവന്ന നാടിനെയും പ്രിയപ്പെട്ടവരുമൊക്കെ ഓർക്കും. ഇത് രണ്ടും പുതിയ സ്ഥലത്തേക്ക് ചെല്ലുന്ന ആളുകൾക്ക് പൊതുവെ ഉണ്ടാകും. എന്നാൽ ദുനിയാവ് വിട്ട് ആഖിറത്തിലേക്ക്, ബർസഖിലേക്ക് കാലെടുത്തു വെക്കുന്ന മുഅ്മിനോട് മലക്കുകൾ പറയും, അല്ല തഖാഫു, നിങ്ങൾ പേടിക്കേണ്ടതില്ല. ചെല്ലുന്നത് നിങ്ങളോട് തൃപ്തിയുള്ള റബ്ബിലേക്കാണ്, നല്ലവരായ കൂട്ടുകാരുടെ അടുത്തേക്കാണ്. വല തഹ്സനു, വിട്ടുവന്ന ദുനിയാവിനെ ഓർത്തു നിങ്ങൾ ദുഃഖിക്കേണ്ടതുമില്ല. മറിച്ച് അബ്ശിറൂ, സന്തോഷിച്ചുകൊള്ള, ബിൽ ജന്നത്തി അല്ലതി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് വാഗ്ദാനം നൽകപ്പെട്ട സ്വർഗത്തെ ഓർത്ത് നിങ്ങൾ അത് മുഖേന നിങ്ങൾ സന്തോഷിച്ചുകൊള്ളുക. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഞങ്ങൾ നിങ്ങളുടെ മിത്രങ്ങളാണ് ഈ ലോകത്തും ഇഹലോകത്തും പരലോകത്തും. വലക്കും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലക്കും ഫീഹാ മാ തദ്ഉൻ, നിങ്ങൾക്ക് സ്വർഗത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നതും ചോദിക്കുന്നതും എല്ലാം ലഭിക്കും. നുസുലൻ മിൻ ഗഫൂരിർ റഹീം, ഗഫൂറും റഹീമുമായ അല്ലാഹുവിന്റെ വിരുന്നാണത്. ഏറെ പൊറുക്കുന്നവരും എല്ലാ റഹ്മത്തും ചൊരിയുന്നവനുമായ റബ്ബിന്റെ നുസുൽ, അവൻ നൽകുന്ന വിരുന്ന് എന്തായിരിക്കും അത്? ഇതാണ് മുഅ്മിനിന് സന്തോഷ വാർത്ത മലക്കുകൾ അറിയിച്ചു കൊടുക്കും. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന ഇർജിഇ ഇലാ റബ്ബികി റാദിയതൻ മർദിയ ഫദ്ഖുലി ഫി ഇബാദി വദ്ഖുലി ജന്നതി. യാ അയ്യതുഹൻ നഫ്സുൽ മുത്മഇന്ന, മുത്മഇന്നതായ നഫ്സേ, ശാന്തിയടഞ്ഞ സമാധാനം ലഭിച്ച ആത്മാവേ, ഇർജിഇ ഇലാ റബ്ബികി, നിന്റെ റബ്ബിലേക്ക് തിരിച്ചു പോകൂ. റാദിയതൻ മർദിയ, തൃപ്തിപ്പെട്ടവനായിക്കൊണ്ടും റബ്ബിന്റെ തൃപ്തി നേടിയവനായിക്കൊണ്ടും. ഫദ്ഖുലി ഫി ഇബാദി, എന്റെ അടിമകളുടെ, നല്ലവനായ അടിമകളുടെ കൂടെ പ്രവേശിക്കൂ. വദ്ഖുലി ജന്നതി, എന്റെ സ്വർഗത്തിൽ നിങ്ങൾ പ്രവേശിച്ചോളൂ. ഇങ്ങനെയുള്ള സന്തോഷ വാർത്തയാണ് മുഅ്മിനിന് ലഭിക്കുക. എന്നാൽ മുഅ്മിൻ അല്ലാത്തവന് നേരെ മറിച്ചും, അവനോട് യാ അയ്യതുഹ നഫ്സുൽ ഖബീസ, വൃത്തികെട്ട ആത്മാവേ, അല്ലാഹുവിന്റെ കോപത്തിലേക്ക്, അവന്റെ ശാപത്തിലേക്ക് ഇറങ്ങി വരൂ, പുറപ്പെട്ടു വരൂ എന്ന് പറയും. എന്നിട്ട് മലായിക ഒരു നനന്ന പഞ്ഞിയിൽ നിന്ന്, മുള്ളുകളിൽ കുടുങ്ങിയ ഒരു നനന്ന പഞ്ഞി പരുത്തി, ഇത് രണ്ടും എങ്ങനെയാണ് പരസ്പരം വേർതിരിക്കുക, പറിച്ചെടുക്കുക എന്നതുപോലെ അവന്റെ റൂഹിനെ പറിച്ചെടുക്കും. അതിന്റെ വേദന അവൻ അറിയും. എന്നിട്ട് അള്ളാഹുവിന്റെ ആകാശത്തിന്റെ വാതിലുകൾ അവന് വേണ്ടി തുറക്കപ്പെടുകയില്ല. അവന്റെ റൂഹിനെ ഏതൊക്കെ എങ്ങോട്ട് കൊണ്ടുപോകുന്നു അവിടെയുള്ള മലായികത്തെല്ലാം അവന്റെ റൂഹിനെ ശപിക്കും. നഊദു ബില്ലാഹ്. ഇങ്ങനെ മരണത്തോടെ രണ്ടുപേരുടെയും മരണം തീർത്തും വ്യത്യസ്തമാണ്. ജീവിതം ചിലപ്പോൾ ഭൗതിക സൗകര്യങ്ങളിലൊക്കെ ചിലപ്പോൾ പുറമേക്ക് നോക്കുന്നവർക്ക് ഒരുപോലെ തോന്നാമെങ്കിലും മരണത്തോടെ വ്യക്തമായി വേർതിരിയും. മരണത്തോടെ വേർതിരിയും. അതുകൊണ്ടാണ് അത് ഓർക്കാൻ, അതിനെക്കുറിച്ച് ചിന്തിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മോട് പറഞ്ഞത്, അക്സിറൂ ദിക്റ ഹാദിമിൽ ലദ്ദാത്ത് അൽ മൗത്ത്, നിങ്ങൾ എല്ലാ സുഖങ്ങളെയും മുറിച്ചു കളയുന്നതിനെ അഥവാ മരണത്തെ ധാരാളമായി ഓർക്കുക. ഇമാം ബുഖാരി അദ്ദേഹത്തിന്റെ സഹീഹിൽ അലി ഇബ്നു അബി ത്വാലിബിന്റെ മഹത്തായ ചില വാചകങ്ങൾ എടുത്തു കൊടുത്തിരിക്കുന്നു. അദ്ദേഹം പറഞ്ഞു, ഇർതഹലത്തി ദുനിയ മുദ്ബിറ വർതഹലത്തി ആഖിറതു മുഖ്ബില വലികുല്ലി മിൻഹുമാ ബനൂൻ ഫകൂനൂ മിൻ അബ്നാഇ ആഖിറ വലാ തകൂനൂ മിൻ അബ്നാഇ ദുനിയ ഫൽയൗമ ദാറു അമലിൻ വലാ ഹിസാബ് വഗദൻ ഹിസാബുൻ വലാ അമൽ. അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇർതഹലത്തി ദുനിയ മുദ്ബിറ, ദുനിയാവ്
പുറം തിരിഞ്ഞ് പുറപ്പെട്ടിരിക്കുന്നു. ദുനിയാവ് തിരിഞ്ഞ് നടക്കുകയാണ്. നമ്മിലേക്ക് മുഖം തിരിച്ചിട്ടല്ല, നമ്മിൽ നിന്ന് മുഖം തിരിഞ്ഞങ്ങോട്ട് നോക്കി നടക്കുന്നു. ആഖിറത്ത് നമ്മിലേക്ക് തിരിഞ്ഞ് ഇങ്ങോട്ട് പുറപ്പെട്ടിരിക്കുന്നു. രണ്ടിന്റെയും മക്കളുണ്ട്, രണ്ടിന്റെയും ആളുകളുണ്ട്. ഫകൂനു മിൻ അബ്നാഇൽ ആഖിറ, നിങ്ങൾ ആഖിറത്തിന്റെ മക്കളാവുക, അതിന്റെ ആളുകളാവുക. വലാ തകൂനു മിൻ അബ്നാഇ ദുനിയ, ദുനിയാവിന്റെ ആളുകളാവരുത് നിങ്ങൾ. അൽ യൗമ അമലുൻ വലാ ഹിസാബ്, ഇന്ന് പ്രവർത്തിക്കാനുള്ള സമയമാണ്. വലാ ഹിസാബ്, ഇന്ന് വിചാരണയില്ല. വഗദൻ, നാളെ ഹിസാബുൻ വലാ അമൽ, നാളെ വിചാരണയാണ്, കണക്ക് നോക്കലാണ്. വലാ അമൽ, അമലില്ല. സുബ്ഹാനല്ലാഹ്, എത്ര മഹത്തരമായ വാക്കുകളാണ് അമീറുൽ മുഅ്മിനീൻ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞിട്ടുള്ളത്. ഇത് ഈ രംഗത്തെ കുറിച്ചാണ് അള്ളാഹു ഈ ആയത്തുകളിൽ പറയുന്നത്. ഫലൗലാ ഇദാ ബലഗത്തിൽ ഹുൽഖു, റൂഹ് തൊണ്ടക്കുഴിയിലെത്തിയാൽ ആ സമയം അവന്റെ അന്ത്യസമയം അടുത്തു എന്നാണ് അതിന്റെ അർത്ഥം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നല്ലാഹ യഖ്ബലു തൗബതൽ അബ്ദി മാ ലം യുഗർഗിർ, അള്ളാഹു ഒരടിമയുടെ തൗബ, അവന്റെ പശ്ചാത്താപം, അവന്റെ ഖേദം, പാപത്തിൽ നിന്ന് അവൻ മടങ്ങിയത് സ്വീകരിക്കും. മാ ലം യുഗർഗിർ, റൂഹ് തൊണ്ടക്കുഴിയിലെത്തുന്നത് വരെ പിന്നെ സ്വീകരിക്കുകയില്ല, സമയം കഴിഞ്ഞു. അവിടെ എത്തിയാൽ വഅൻതും ഹീനഇദിൻ തൻദുറൂൻ, നിങ്ങൾ ആ നേരത്ത് നോക്കിക്കൊണ്ടിരിക്കുന്നു. മരണാസന്നനായവന്റെ ചുറ്റുമുള്ള ആളുകൾ, അവന്റെ മക്കളും വേണ്ടപ്പെട്ടവരും ഒക്കെ നോക്കുന്നു അവനെ. ചിലപ്പോൾ ഈ കൂടെ ഇരിക്കുന്ന ആളുകളിൽ വലിയ കഴിവുള്ള ആളുകൾ ഉണ്ടാവും, വലിയ പണക്കാർ, എന്തും ഞാൻ വില കൊടുത്തു വാങ്ങും എന്ന രൂപത്തിലൊക്കെ സംസാരിക്കുന്ന, അങ്ങനെ ജനങ്ങൾ കരുതിപ്പോരുന്ന ചില ആളുകൾ ഉണ്ടായിരിക്കും. വലിയ കഴിവുള്ള, ഏറെ പഠിച്ചിട്ടുള്ള ഡോക്ടർമാരുണ്ടായിരിക്കും അവന്റെ അടുത്ത്. എല്ലാവരും നോക്കിക്കൊണ്ടിരിക്കും, ഒന്നും ചെയ്യാൻ കഴിയില്ല. അള്ളാഹു റൂഹ് അവനിൽ നിന്ന് നീങ്ങണം, മരിക്കണം എന്ന നേരം എത്തിയാൽ ലാ യസ്തഅഖിറൂന സാഅതൻ വലാ യസ്തഖ്ദിമൂൻ, അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല, ഒരു നിമിഷം അങ്ങോട്ടുമില്ല, ഒരു നിമിഷം ഇങ്ങോട്ടുമില്ല. ഖുൽ യതവഫാകും മലകുൽ മൗതി അല്ലദീ ഉകില ബികും സുമ്മ ഇലാ റബ്ബികും തുർജഊൻ, പറയുക, നിങ്ങളുടെ റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ട മലക്കുൽ മൗത്ത് അത് നിങ്ങളുടെ റൂഹിനെ പിടിച്ച് അതിനേറ്റെടുക്കുക തന്നെ ചെയ്യും. സുമ്മ ഇലാ റബ്ബികും തുർജഊൻ, പിന്നെ നിങ്ങളുടെ റബ്ബിലേക്കാണ് നിങ്ങൾ തിരിച്ചു പോവുക. അള്ളാഹു അവന്റെ കിതാബിലൂടെ നമ്മെ അറിയിച്ച കാര്യമാണ്. നിങ്ങൾ അന്ന് നോക്കിക്കൊണ്ടിരിക്കും. വനഹ്നു, നാം അഖ്റബു ഇലൈഹി, അവനോട് അടുത്തുണ്ട്, മിൻകും, നിങ്ങളെക്കാൾ. വലാകിൻ, പക്ഷേ ലാ തുബ്സിറു, നിങ്ങൾ കാണുന്നില്ല. ഇവിടെ റബ്ബ് അടുത്തുണ്ട് എന്ന് പറഞ്ഞാൽ ബിമലായികതിഹി, അവന്റെ മലക്കുകൾ മുഖേന എന്നാണ് ഇവിടുത്തെ അർത്ഥം. ഏതുപോലെ ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാമിനെ അവിടുത്തെ സംഭവം അള്ളാഹു പറഞ്ഞതുപോലെ, ഇബ്രാഹിമിൽ നിന്ന് പേടി നീങ്ങിയപ്പോൾ യുജാദിലുനാ ഫീ ഖൗമി ലൂത്ത്, ലൂത്തിന്റെ കാര്യത്തിൽ നമ്മോട് തർക്കിക്കുന്നു. ഖുർആനിൽ തന്നെ വേറെ സ്ഥലത്ത് കാണാം ഇബ്രാഹിം നബി സംസാരിച്ചത്, അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചത് ആരുമായിട്ടാണ്? ലൂത്ത് നബിയുടെ ഖൗമിന്റെ കാര്യത്തിൽ സംസാരിച്ചത് മലക്കുകളോട്. അതിന് അള്ളാഹു നമ്മോട് തർക്കിക്കുന്നു എന്ന് പറഞ്ഞു. കാരണം അള്ളാഹുവിന്റെ കൽപ്പനയുമായി വന്ന മലക്കുകളാണ് അവർ. അതുകൊണ്ടാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ പറഞ്ഞത്. കാരണം മലായികത്ത് സ്വന്തമായി അവർക്കൊരു അമലുമില്ല. ലാ യഅസൂന അല്ലാഹ മാ അമറഹും വയഫഅലൂന മാ യുഅ്മറൂൻ, അള്ളാഹുവിനെ അവർ ധിക്കരിക്കുകയില്ല. വയഫഅലൂന മാ യുഅ്മറൂൻ, അവർ കൽപ്പിക്കപ്പെട്ടതെന്തോ അത് പ്രവർത്തിക്കും. റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ കൽപ്പന ഈ ലോകത്ത് നടപ്പാക്കുന്നത് അവന്റെ മലക്കുകൾ മുഖേനയാണ്. മലായികത്തിനെ കുറിച്ച് ഒരുത്തൻ ചിന്തിച്ചാൽ തന്നെ റബ്ബിന്റെ ഖുദ്റത്ത് എത്ര വലുതാണെന്ന് അവന് മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. കാരണം നമ്മൾ ചിന്തിച്ചാൽ ഉമ്മയുടെ വയറ്റിലായിരിക്കെ മുതൽ അള്ളാഹു മലക്കിനെ ഏൽപ്പിച്ചിരിക്കുന്നു. മലക്ക് പറയും, യാ റബ്ബി നുത്ഫ, അള്ളാഹു ഇതാ ഒരു നുത്ഫ, ഒരു ബീജകണം. യാ റബ്ബി മുദ്ഗ, യാ റബ്ബി അലഖ, യാ റബ്ബി മുദ്ഗ എന്നിങ്ങനെ മലക്ക് അള്ളാഹുവിനോട് പറഞ്ഞുകൊണ്ടിരിക്കും. അള്ളാഹു സുബ്ഹാനഹു വ തആല മലായികത്തിനോട് അവന്റെ കാര്യങ്ങൾ രേഖപ്പെടുത്താൻ പറയും. പിന്നീട് അതാ പ്രസവം മുതൽ മലക്കുകൾ കൂടെയുണ്ട്.
നല്ലത് രേഖപ്പെടുത്തുന്ന മലക്ക് വലതുഭാഗത്തും മോശം അമലുകൾ രേഖപ്പെടുത്തുന്ന മലക്ക് ഇടതുഭാഗത്തുമുണ്ട്. അതുപോലെ മുന്നിലും പിന്നിലും സംരക്ഷകരായി മലക്കുകളുണ്ട്. അവർ കണ്ടുകൊണ്ടിരിക്കുന്നു, നമ്മുടെ കൂടെ അവരുണ്ട്. അവർ മസ്ജിദുകളിലുണ്ട്, നല്ല നല്ല മജ്ലിസുകളിൽ അവരുണ്ട്. മുഅ്മിനുകൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അള്ളാഹു മഴയെ അവരെ ഏൽപ്പിച്ചിരിക്കുന്നു, മീകായിലിനെ മഴ ഏൽപ്പിച്ചിരിക്കുന്നു. ഇടിമിന്നൽ അള്ളാഹു മലക്കിനെ ഏൽപ്പിച്ചിരിക്കുന്നു. അതുപോലെ പർവ്വതങ്ങളെ അള്ളാഹു മലക്കിനെ ഏൽപ്പിച്ചിരിക്കുന്നു. നരകത്തെ അള്ളാഹു കാവൽക്കാരായി മലക്കിനെ ഏൽപ്പിച്ചിരിക്കുന്നു. സ്വർഗത്തിന്റെ കാവൽക്കാരായ മലക്കുകളുണ്ട്. ഈ മനുഷ്യൻ അതാ അവന്റെ ഓരോ ഘട്ടത്തിലും മലായിക്കത്തിന്റെ സ്വാധീനം, മലായിക്കത്തിന്റെ പ്രവർത്തനങ്ങൾ അവന്റെ ചുറ്റും നടക്കുന്നത് കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ആകാശത്ത് 4 വിരൽ വെക്കുന്ന സ്ഥലമുണ്ടെങ്കിൽ അവിടെ ഒരു മലക്കുണ്ട്. 7ാമത്തെ ആകാശത്തിൽ ബൈത്തുൽ മഅമൂറിന് അവിടെ മലായിക്കത്ത് പ്രവേശിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ ദിവസവും ഒരിക്കൽ കയറിയ മലക്ക് പിന്നെ കയറുകയില്ല. ഓരോ ദിവസവും 70,000 മലായിക്ക അതിൽ കയറിക്കൊണ്ടിരിക്കുന്നു. അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകൾ, അള്ളാഹുവിന്റെ അർശ് വഹിക്കുന്ന മലക്കുകൾ. അതിന്റെ കാൽഭാഗം 7ാമത്തെ ഭൂമിയിലാണെങ്കിൽ, അഥവാ ഏറ്റവും അടിയിലാണെങ്കിൽ, അതിന്റെ തലഭാഗം അള്ളാഹുവിന്റെ അർശിന്റെ അരികിലാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ചെവിയുടെയും ചുമലിന്റെയും ഇടയിലുള്ള ദൂരം 500 ആമിൻ, 500 വർഷം വഴി ദൂരമാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതുപോലുള്ള മലായിക്ക, അള്ളാഹുവിന്റെ നബിമാർക്ക് വഹയുമായി വന്ന ജിബ്രീൽ, റൂഹ് പിടിക്കുന്ന മലക്കുൽ മൗത്ത്, മലക്കുൽ മൗത്തിന്റെ കൂടെയുള്ള മലക്കുകൾ, ഖിയാമത്ത് നാൾ സംഭവിക്കാൻ അള്ളാഹു അത് തീരുമാനിച്ചിട്ടുള്ളത് ഇസ്രാഫീൽ കാഹളത്തിൽ ഊതുന്നതോടെയാണ്. ഇസ്രാഫീൽ കാഹളവും പിടിച്ച് തലചരിച്ച് നെറ്റി ചുളിച്ച് അർശിന്റെ നേരെ കണ്ണു പായിച്ച് വേറെ എങ്ങോട്ടേക്കും നോക്കാതെ കാത്തിരിക്കുന്നു, ഒന്നും ചെയ്യുന്നില്ല. ഇതാണ് ഇസ്രാഫീലിന്റെ പണി. ഇതാ ഇങ്ങനെ മലായിക്ക, മലക്കുകളുടെ പ്രവർത്തനങ്ങൾ മുഅ്മിനുകൾക്ക് വേണ്ടി അവർ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. മുഅ്മിനുകൾക്ക് വേണ്ടി ഇസ്തിഗ്ഫാർ നടത്തും. അതുപോലെ ചില പാപികളെ അവർ ശപിച്ചുകൊണ്ടിരിക്കുന്നു, ചില പാപികളെ അവർ ശപിക്കുന്നു. ഖിയാമത്ത് നാളിൽ അവർ വരും, വജാഅ റബ്ബുക വൽ മലക്കു സഫ്ഫൻ സഫ്ഫ, അണിയണിയായി മലക്കുകൾ വരും. ഇങ്ങനെ മലായിക്ക അവർ നിസ്കരിക്കുന്നവന്റെ, അവൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ അവന്റെ അടുത്തേക്ക് വരും, അവന്റെ ഖിറാഅത്തിന്റെ വളരെ അടുത്തേക്ക് വരുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം. അതുകൊണ്ടാണ് മോശമായ ഗന്ധം അതുപോലുള്ളതൊക്കെ നിസ്കാരത്തിന്റെ സ്ഥലങ്ങളിൽ ഒഴിവാക്കണം. നല്ല രൂപത്തിലാണ് വരേണ്ടത്. കാരണം മനുഷ്യർക്ക് പ്രയാസമുണ്ടാക്കുന്ന ദുർഗന്ധം മലായിക്കത്തിനും പ്രയാസമുണ്ടാക്കുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. ഇങ്ങനെ മലായിക്കത്തിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹു അവന്റെ കൽപ്പന നടപ്പിലാക്കുന്നത് ഇവർ മുഖേനയാണ്. അള്ളാഹു മാലിക്കുൽ മുൽക്കായ റബ്ബിന്റെ സൈന്യമാണവർ, അള്ളാഹുവിന്റെ സൈന്യമാണ്. ആ അർത്ഥത്തിൽ ആണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറഞ്ഞിട്ടുള്ളത്, വനഹ്നു അഖറബു ഇലൈഹി മിൻകും വലാകിൻ ലാ തുബ്സിറൂൻ, നാം അവന്റെ മരണാസന്നനായവന്റെ അടുത്തുണ്ട്, നിങ്ങളെക്കാൾ വലാകിൻ ലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ല. ഇതേത് രംഗമാണ്? ഇതാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല സൂറത്തു അൽ ഖിയാമയിൽ പറഞ്ഞത്, ഇദാ ബലഗത്തി തറാഖിയ വഖീല മൻ റാഖ വظن أنه الفراق والتفت الساق بالساق إلى ربك يومئذ المساق كلا إذا بلغت التراقية, തൊണ്ടക്കുഴിയിലെത്തിയാൽ വഖീല മൻ റാഖ, മന്ത്രിക്കാൻ ആരുണ്ട് എന്ന് പറയപ്പെട്ടാൽ, ഈ രോഗം, മരണമാകുന്ന രോഗം മന്ത്രിച്ചില്ലാതാക്കാൻ സാധിക്കുകയില്ല. മറ്റൊരു തഫ്സീർ പ്രകാരം റാഖ അഥവാ ഉയർത്തുക, ആരാണ് ഈ റൂഹിനെ ഉയർത്തുന്നത് എന്ന് അവർ പരസ്പരം പറയുന്ന രംഗം. നല്ല മലക്കുകളാണോ, മോശം ആളുകളെ കൊണ്ടുപോകുന്ന മലക്കുകളാണോ? കണങ്കാലും കണങ്കാലും പരസ്പരം കെട്ടുപണയുന്ന രംഗം. ഇലാ റബ്ബിക യൗമഇദിനിൽ മസാഖ്, നിന്റെ റബ്ബിലേക്കാണ് അന്ന് തെളിച്ചു കൊണ്ടുപോവുക. ഇത് ഈ രംഗമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ പറയുന്നത്.
ഒന്നും ഒരാൾക്കും ചെയ്യാൻ സാധിക്കാത്ത രംഗം. അള്ളാഹു മരിക്കാൻ തീരുമാനിച്ചാൽ മരിക്കുക തന്നെ ചെയ്യും. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അത് റാഹത്താണ്. മുഅ്മിനിന് അവന്റെ മരണം റാഹത്താണ്. ദുനിയാവിന്റെ കെട്ടുപാടുകളിൽ നിന്ന്, ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്നുള്ള മോചനമാണത്. അതുകൊണ്ട് മുഅ്മിൻ റബ്ബിനെ കണ്ടുമുട്ടാൻ ആ സമയത്ത് ആഗ്രഹിക്കും. എന്നാൽ മുഅ്മിൻ അല്ലാത്തവൻ, അവനെ സംബന്ധിച്ചിടത്തോളം അവനെ കൊണ്ട് അവന്റെ ഷർറിൽ നിന്ന് ബാക്കിയുള്ളവർ റാഹത്താകുന്ന രംഗമാണ് മരണത്തിന്റെ നേരം. കാരണം ഇസ്ലാമിക വിരുദ്ധമായ പ്രവർത്തനം, അള്ളാഹുവിന്റെ ദീനിനെ യോജിക്കാത്ത കുഫറും ശിർക്കും പാപങ്ങളും എല്ലാം ഭൂമിയിൽ നടക്കുക എന്നത് ഭൂമിക്കും ആകാശത്തിനുമെല്ലാം ദോഷമാണ്. ജന്തുക്കൾക്കും അതുപോലെ മരങ്ങൾക്കും എല്ലാം ദോഷമാണ്. അവരൊക്കെ ഇവരെ ശപിക്കും. നല്ല ആളുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ, ജന്തുക്കൾ പ്രാർത്ഥിക്കുന്നത് പോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, ഉറുമ്പുകൾ പോലും ജനങ്ങൾക്ക് ഖൈർ കൂടി പഠിപ്പിച്ചു കൊടുക്കുന്ന ആൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും. വെള്ളത്തിലെ മത്സ്യം പോലും ഒരു ഇൽമുള്ള ആലിമിന് വേണ്ടി ദുആ ചെയ്യും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതുപോലെ തിരിച്ചും നടക്കുമെന്നാണ്. വല്ലാഹു അലം. ഇമാം ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞു, കുറ്റമില്ലാത്ത ജന്തുക്കളുടെ ശാപം കിട്ടുക എന്നത് എത്ര മോശമായ കാര്യമാണ്. അവർക്ക് യാതൊരു കുറ്റമില്ലല്ലോ. ദമ്പുകളൊന്നും ചെയ്യാത്ത ജന്തുക്കൾ ആണ് ഇവനെ ശപിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയുള്ളവൻ മരിച്ചാൽ യസ്തരീഹു മിൻഹു അൽഇബാദു വൽബിലാദു വശ്ശജറു വദ്ദവാബ്. യസ്തരീഹു മിൻഹു അൽഇബാദു വൽബിലാദ്, നാടും നാട്ടുകാരും, വശ്ശജറു വദ്ദവാബ്, മരങ്ങളും ജന്തുക്കളുമെല്ലാം റാഹത്താവും. ചത്തല്ലോ എന്ന രൂപത്തിൽ. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം അവൻ ദുനിയാവിന്റെ പ്രയാസങ്ങളിൽ നിന്ന് റാഹത്താവുകയാണ്. കാരണം ദുനിയാവ് അത് പ്രയാസത്തിന്റെ ദാറാണ്. ദുനിയാവ് ഒരിക്കലും പൂർണ്ണമായ റാഹത്ത് കിട്ടാത്ത സ്ഥലമാണ്. അള്ളാഹു അതിനങ്ങനെ ആക്കിയതാണ്. എന്തിനു വേണ്ടി? ഓ മുഅ്മിനായ സഹോദര, നീ ഇതിൽ കെട്ടിത്തൂങ്ങാതിരിക്കാൻ വേണ്ടി, അള്ളാഹുവിന്റെ അരികിലേക്ക് എത്താനുള്ള ആഗ്രഹം നിന്നിൽ ഉണ്ടാകാൻ വേണ്ടി. പരീക്ഷണങ്ങൾക്ക് പിന്നിലുള്ള ഒരു ഹിക്മത്ത് അതാണ് എന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചു. കാരണം ഒന്നുമില്ലെങ്കിലോ, ഒരു പ്രയാസമില്ലെങ്കിലോ എപ്പോഴും തന്നെ മതി എന്ന് നമുക്ക് തോന്നും. എന്നാൽ മുഅ്മിനെ സംബന്ധിച്ചിടത്തോളം പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ ദുനിയാവിനോട് അവന് വെറുപ്പ് വരും. ആഖിറത്ത് അവൻ കൊതിക്കും. റബ്ബിന്റെ അരികിലെത്താൻ, അവിടെ കിട്ടുന്ന സൗഭാഗ്യത്തിന് അവൻ ആഗ്രഹിക്കും. അള്ളാഹുവിനോടുള്ള അവനെ കാണാനുള്ള ശൗഖ്, ആഗ്രഹം, അത് മുസ്ലിമിന്റെ മനസ്സിലുണ്ടാവും. ഈമാനുള്ളവൻ അത് വേണം, അതൊരിക്കലില്ലാതിരിക്കാൻ പാടില്ല. മുഅ്മിൻ അവന്റെ മരണ സമയത്ത് എന്താണ് അവൻ സംഭവിക്കുക? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അഹബ്ബ ലിഖാ അല്ലാഹ് അഹബ്ബ അല്ലാഹു ലിഖാഅഹ് വമൻ കരിഹ ലിഖാ അല്ലാഹ് കരിഹ അല്ലാഹു ലിഖാഅഹ്. അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ ഇഷ്ടപ്പെട്ടവനെ കണ്ടുമുട്ടാൻ അല്ലാഹുവും ഇഷ്ടപ്പെടും. അല്ലാഹുവിനെ കണ്ടുമുട്ടുന്നത് വെറുത്തവനെ കണ്ടുമുട്ടുന്നത് അല്ലാഹുവും വെറുക്കും. ആരാണോ അല്ലാഹുവിനെ കാണാൻ ഇഷ്ടപ്പെട്ടത് അവനെ കാണാൻ റബ്ബ് ഇഷ്ടപ്പെടും. ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. റബ്ബ് നമ്മെ കാണാൻ ഇഷ്ടപ്പെടുക എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, എത്ര വലിയ കാര്യമാണത്. എന്നാൽ റബ്ബിനെ കണ്ടുമുട്ടുന്നത് വെറുത്തവനെ, അവന്റെ സ്ഥിതി എന്താണ്? അവനെ കാണുന്നത് അല്ലാഹു വെറുക്കും. സഹാബത്ത് ചോദിച്ചു, നബിയെ, ഞങ്ങളൊക്കെ മരണത്തെ വെറുക്കുന്നവരാണല്ലോ, മരിക്കാൻ നമ്മളാരും ഇഷ്ടപ്പെടുന്നില്ലല്ലോ, അപ്പൊ ഞങ്ങൾ ഈ പറഞ്ഞവരിൽ ഉൾപ്പെട്ടു പോകുമോ എന്നാണ് സഹാബത്തിന്റെ പേടി. ഈ രണ്ടു കൂട്ടരിൽ മോശക്കാരായവരിൽ ഞങ്ങൾ പെട്ടുപോകുമോ എന്നാണ് നല്ലവരായ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്ത് ഭയപ്പെട്ടത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അങ്ങനെയല്ല, ഇതേത് സമയത്താണ്? മരണസമയത്തെ കാര്യമാണിത്. മുഅ്മിൻ അവന്റെ മുൻ ചെയ്തികൾ കാരണത്താൽ മരണസമയത്ത് അവന് മലക്കുകൾ നല്ല സന്തോഷ വാർത്ത അറിയിക്കുമ്പോൾ, ഇത് റബ്ബിന്റെ ദൂതന്മാരാണ്, റബ്ബ് അയച്ച അവന്റെ മലക്കുകളാണ് ഈ അറിയിക്കുന്നത്. അപ്പോൾ അവരെ അയച്ച റബ്ബിനെ കാണാൻ അവൻ ഇഷ്ടപ്പെടും, അവൻ ആഗ്രഹിക്കും. അപ്പോൾ അവനെ കണ്ടുമുട്ടുന്നത് അല്ലാഹുവും ഇഷ്ടപ്പെടും. എന്നാൽ മുഅ്മിനല്ലാത്ത മോശക്കാരായ ഒരു കാഫിർ, അല്ലെങ്കിൽ ഒരു ഫാജിർ, അല്ലെങ്കിൽ ഒരു മുനാഫിഖ്, അവന്റെ മരണസമയത്ത് മലായിക്കത്ത് അവൻ അടിക്കും, മുഖത്തും പുറത്തുമെല്ലാം അവൻ അടിക്കുമെന്ന് അള്ളാഹു പറഞ്ഞിട്ടുണ്ടല്ലോ. അവൻ അള്ളാഹുവിന്റെ കോപത്തെക്കുറിച്ച് ഉള്ള വാർത്ത, മുന്നറിയിപ്പ്, അതിലേക്കാണ് നീ ചെല്ലാൻ പോകുന്നത് എന്ന വിവരം മലക്കുകൾ അറിയിക്കും.
അപ്പോൾ അവൻ റബ്ബിനെ കാണുന്നത് വെറുക്കും. റബ്ബ് അവനെ കാണുന്നത് വെറുക്കും. റബ്ബിനെ കാണാൻ ഇഷ്ടപ്പെടും മുഅ്മിൻ, റബ്ബിനെ കാണുന്നത് വെറുക്കും ഒരു കാഫിർ അല്ലെങ്കിൽ ഒരു മുനാഫിഖ്. മൂസ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കുറിച്ച് അല്ലാഹു പറഞ്ഞില്ലേ, വകല്ലമഹു റബ്ബുഹു ഫലമ്മാ ജാഅ മൂസാ ലിമീഖാതിനാ വകല്ലമഹു റബ്ബുഹു ഖാല റബ്ബി അരിനി അൻദുർ ഇലൈക. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം റബ്ബ് നിശ്ചയിച്ച സമയത്ത് അവിടെ എത്തുകയും റബ്ബിനോട് സംസാരിക്കുകയും ചെയ്തപ്പോൾ റബ്ബിന്റെ ശബ്ദം മൂസാ നബി കേട്ടപ്പോൾ എന്ത് തോന്നി? കാണാൻ ആഗ്രഹം തോന്നി. റബ്ബിന്റെ സംസാരം കേട്ടപ്പോഴാണ് എന്ത് തോന്നിയത്? റബ്ബിനെ കാണാൻ ആഗ്രഹം തോന്നി. ചോദിച്ചത് റബ്ബി അരിനി, റബ്ബെ നീ നിന്നെ എനിക്കൊന്ന് കാണിച്ചു തരൂ. അൻദുർ ഇലൈക, ഞാൻ നിന്നെ നോക്കട്ടെ. ഖാല ലൻ തറാനി വലാകിൻ അൻദുർ ഇലൽ ജബലി ഫഇൻ ഇസ്തഖറ മകാനഹു ഫസൗഫ തറാനി ഫലമ്മാ തജല്ല റബ്ബുഹു ലിൽജബലി ജഅലഹു ദക്ക وخر موسى صعقا فلما أفاق قال سبحانك تبت إليك وأنا أول المؤمنين. അല്ലാഹു പറഞ്ഞു, നീ എന്നെ കാണുകയില്ല, ഈ ലോകത്ത് കാണുകയില്ല. വലാകിൻ അൻദുർ ഇലൽ ജബൽ, ആ പർവ്വതത്തിലേക്ക് നോക്കൂ, അതവിടെ തന്നെ നിന്നുവെങ്കിൽ നിനക്കെന്നെ കാണാം. അല്ലാഹു അവനെ ആ പർവ്വതത്തിന് ബലിഷ്ഠമായ ആ പർവ്വതത്തിന് അവനെ കാണിച്ചു കൊടുത്തപ്പോൾ ജഅലഹു ദക്ക, പർവ്വതത്തെ അവൻ പൊടിച്ചു മാറ്റിക്കളഞ്ഞു. ഈ ബലിഷ്ഠമായ പർവ്വതത്തിന് റബ്ബിനെ കണ്ടു നിൽക്കാനുള്ള ശേഷിയില്ല. മൂസ അലൈഹി സ്വലാത്തു വസ്സലാം ബോധരഹിതനായി വന്നു. എണീറ്റപ്പോൾ മൂസാ നബി പറഞ്ഞു, സുബ്ഹാനക തുബ്തു ഇലൈക വഅന അവ്വലുൽ മുഅ്മിനീൻ. അല്ലാഹു, ഞാൻ നിന്നിലേക്ക് ഖേദിച്ചു മടങ്ങുന്നു, നീ എത്ര പരിശുദ്ധനാണ്, ഞാൻ മുഅ്മിനുകളിൽ ഒന്നാമനാണ്. എന്നാൽ സ്വർഗത്തിൽ അല്ലാഹു മുഅ്മിനുകൾക്ക് അവനെ കാണാനുള്ള, കണ്ടു നിൽക്കാനുള്ള ശേഷി നൽകും. മുഅ്മിനുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുള്ള ഖുവ്വത്ത് നൽകും. അവർക്ക് റബ്ബിനെ കാണാം സ്വർഗത്തിൽ വെച്ച്. അതാണ് സ്വർഗത്തിൽ സംഭവിക്കുക എന്ന് നമ്മുടെ മുൻഗാമികൾ വിശദീകരിക്കുകയുണ്ടായി. ഈ മരണത്തിന്റെ രംഗം, അതിനെക്കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ആയത്തുകളിലൂടെ പറയുന്നത്. മുഅ്മിനിന്റെ റൂഹ്, അതുപോലെ മുഅ്മിനുകളിൽ മുമ്പന്മാരായ ആളുകളുടെ റൂഹ്, മോശക്കാരായ ആളുകളുടെ റൂഹ്. ഈ സൂറത്തിന്റെ തുടക്കത്തിൽ 3 കൂട്ടരെ കുറിച്ച് അല്ലാഹു പറഞ്ഞതുപോലെ ഈ സൂറത്തിന്റെ അവസാനത്തിലും 3 കൂട്ടരെ കുറിച്ച് അല്ലാഹു പറയുന്നു. മനുഷ്യർ 3 കൂട്ടരാണ്. ഒന്നാരാണ്? അൽ മുഖറബൂൻ അല്ലെങ്കിൽ അസ്സാബിഖൂൻ. രണ്ടും ഒരു കൂട്ടരെ കുറിച്ചുള്ള പേരാണ്. മുഖറബൂൻ എന്ന് പറഞ്ഞാൽ സാമീപ്യം ലഭിച്ചവർ, അടുത്തെത്തിയവർ, റബ്ബിനോടേറെ അടുത്തവർ. അസ്സാബിഖൂൻ എന്നാൽ നന്മകളിൽ മത്സരിച്ചു മുന്നേറിയവർ. ഇവരാണ് ഒന്നാമത്തെ വിഭാഗം. അവരാരാണ്? അവർ നല്ല ഈമാനുള്ളവരും അല്ലാഹു നിർബന്ധമാക്കിയ കാര്യങ്ങൾ ചെയ്തവരും ഹറാമുകൾ ഒഴിവാക്കിയവരും നിർബന്ധമാക്കിയതിനു പുറമെ സുന്നത്തായ പ്രവർത്തനങ്ങൾ, നിർബന്ധമല്ലാത്ത പുണ്യപ്രവർത്തനങ്ങൾ ധാരാളം ചെയ്തവരുമാണ് അവർ. അവർ ആരാണ്? കുല്ലത്തും മിനൽ അവ്വലീൻ വഖലീലും മിനൽ ആഖിരീൻ. അവർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ എല്ലാ ഉമ്മത്തിലും അവരുണ്ട്, എല്ലാ ഉമ്മത്തിലും മുഖറബൂനുണ്ട്. പക്ഷേ മുഖറബൂൻ ഏറ്റവും കൂടുതലുള്ളത് ആരുടെ ഉമ്മത്തിനാണ്? മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിനാണ്. ഏതുപോലെ സ്വർഗവാസികളിൽ കൂടുതലും ആരാണ്? മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിലാണ്. ജഅലനില്ലാഹു വയ്യാകും മിൻഹും. അല്ലാഹു എന്നെയും നിങ്ങളെയും ആ കൂട്ടരിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉമ്മത്തിൽ ആദ്യകാലക്കാരിൽ അവർ വളരെ കൂടുതലാണ്. എന്നാൽ പിൽക്കാലക്കാരിലും അവരുണ്ട്, പക്ഷെ അവരുടെ എണ്ണം കുറവായിരിക്കും. ഇവരാണ് ഒന്നാമത്തെ വിഭാഗം. രണ്ടാമത്തെ വിഭാഗം ആരാണ്? രണ്ടാമത്തെ വിഭാഗം എന്നാൽ അവർ ഖുർആനിൽ തന്നെ അവരെ മുഖ്തസിദ് എന്ന് അവരെ കുറിച്ച് ഖുർആനിൽ അള്ളാഹു പ്രയോഗിച്ചിട്ടുണ്ട്. മുഖ്തസിദ് എന്ന് പറഞ്ഞാൽ എന്താ? മിതമായി നിന്നവർ. അവർ അള്ളാഹു വാജിബാക്കിയ കാര്യങ്ങൾ പ്രവർത്തിച്ചവരാണ്, അള്ളാഹു നിർബന്ധമാക്കിയത് ചെയ്തവരാണ്. ഹറാമുകൾ അവർ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞാൽ ഒന്നും അവരിൽ സംഭവിക്കില്ല എന്നല്ല. അത് മനുഷ്യരിലാരും അങ്ങനെയല്ല.
മറിച്ച് മനുഷ്യരെല്ലാവരും ഖത്താ, അബദ്ധങ്ങൾ ധാരാളമായി സംഭവിക്കുന്നവരാണ്. എന്നാൽ അതിൽ നിന്ന് തൗബ ചെയ്തവൻ കമല്ലാ ദംബല, തെറ്റ് ചെയ്യാത്തവനെ പോലെയാണ്. തെറ്റ് ചെയ്തിട്ട് ആര് തൗബ ചെയ്തോ അവനവന്റെ ഉപ്പയെ, പിതാവിനെ അനുകരിച്ചിരിക്കുന്നു. തന്റെ പിതാവിനെ ആരനുകരിച്ചോ അവന് കുറ്റമില്ല, അവൻ ആക്ഷേപിക്കാൻ ന്യായമില്ല. ഷെയ്ഖ് ഇബ്നു തൈമിയുടെ മഹത്തായ വാക്കാണ്. തെറ്റുപറ്റി തൗബ ചെയ്താൽ നമ്മൾ ആരെപ്പോലായി? നമ്മൾ ഉപ്പയെ പോലെ, ആദം അലൈഹി സ്വലാത്തു വസ്സലാം ചെയ്താണ് നമ്മൾ ചെയ്തത്. അബദ്ധം സംഭവിച്ചു പോയി. അബദ്ധം ചെയ്യാനുള്ള അതിനുള്ള ലൈസൻസ് അല്ല ഇത്. മറിച്ച് സംഭവിച്ചാൽ എന്തു വേണം? പോയി തൂങ്ങിച്ചാണോ? അല്ല, തൗബ ചെയ്യണം, ഖേദിച്ചു മടങ്ങണം, ചെയ്തതിൽ ഖേദം വേണം, ഇത് ചെയ്യുകയില്ലെന്ന് തീരുമാനിക്കണം, അള്ളാഹുവിനോട് പാപമോചനം തേടണം. അങ്ങനെ ഒരുവൻ ചെയ്താൽ അവൻ ആരെപ്പോലെ പ്രവർത്തിച്ചിരിക്കുന്നു? അവന്റെ പിതാവിനെ അവൻ അനുകരിച്ചിരിക്കുന്നു. പിതാവിനെ, ഉപ്പയെ അനുകരിച്ചവനെ പിന്നെ ആരും ആക്ഷേപിക്കരുത്. അവനവന്റെ ഉപ്പാനെ പോലെ, അവനവന്റെ ഉപ്പാനെ പോലെ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ അനുകരിച്ചു. അള്ളാഹു സുബ്ഹാനഹു തആല ആദം അലൈഹി സ്വലാത്തു വസ്സലാമിനെ തെരഞ്ഞെടുക്കുകയും അവിടുത്തേക്ക് പുറത്തു കൊടുക്കുകയും അള്ളാഹു അദ്ദേഹത്തിന് അള്ളാഹുവിന്റെ ഹുദ സ്വീകരിച്ചാൽ സ്വർഗമുണ്ടെന്ന് വാഗ്ദാനം ചെയ്യുകയും ചെയ്തിരിക്കുന്നു. ആദം അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന്റെ നബിമാരിൽ, തന്റെ മക്കളിലേക്കുള്ള റസൂലുകളിൽ ഒന്നാമനാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം. അതുകൊണ്ട് അള്ളാഹുവിന്റെ റഹ്മത്ത് ആദം നബിക്ക് ലഭിച്ചു. എന്ത് കാരണത്താൽ? ഒരു ഖത സംഭവിച്ചിട്ടും വീണ്ടും അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചു, തൗബ ചെയ്തത് കാരണത്താൽ. അതുകൊണ്ട് തൗബ ചെയ്യുക. അപ്പോൾ രണ്ടാമത്തെ വിഭാഗം, സ്വർഗത്തിലെ രണ്ടാമത്തെ വിഭാഗം, നല്ലവരായ രണ്ടാമത്തെ വിഭാഗം, അവർ ഹറാമുകൾ ഒഴിവാക്കുന്നവരും അള്ളാഹു വാജിബാക്കിയത് ചെയ്യുന്നവരുമാണ്. എന്നാൽ സുന്നത്തായ ഒരുപാട് കർമ്മങ്ങൾ, നന്മകൾ മുന്നേറിയ ഒരുപാട് കർമ്മങ്ങളൊന്നും അവരുടെ കയ്യിലില്ല. സ്വർഗത്തിലെ സ്വർഗത്തിൽ ബഹുഭൂരിപക്ഷവും ഇവരാണ്. സ്വർഗത്തിലെ കൂടുതൽ ആരാണ്? ഇവരാണ്. മറ്റാളുകൾ കുറച്ചാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം കുറച്ചാണ്. സ്വർഗത്തിലെ പദവിയും നേരത്തെ പറഞ്ഞ ആളുകളുടെ താഴെയാണ് ഇവരുടെ പദവി. നേരത്തെ പറഞ്ഞവരുടെ താഴെയാണ് ഇവരുടെ പദവി, അതിൽ സംശയമില്ല. മൂന്നാമത്തെ വിഭാഗം വലഇയാദു ബില്ലാഹ്, അവർ മോശക്കാരായ ആളുകളാണ്. അവർ തെറ്റിന്റെ, ഹറാമുകളുടെ, കുഫറിന്റെ അല്ലെങ്കിൽ മാസിയത്തുകളുടെ ആളുകളാണ് അവർ നരകക്കാരാണ്. അള്ളാഹു ഈ സൂറത്തിന്റെ തുടക്കത്തിൽ ഈ മൂന്ന് കൂട്ടരെ പറഞ്ഞതുപോലെ, അവരുടെ ആഖിറത്തിലെ സ്ഥിതി പറഞ്ഞതുപോലെ, ഈ സൂറത്തിന്റെ അവസാനം ഈ മൂന്ന് കൂട്ടരുടെയും മരണത്തിന്റെ രംഗമാണ് പറയുന്നത്. ശ്രദ്ധിക്കുക, അള്ളാഹു പറയുന്നു فأما إن كان من المقربين فأما إن كان من المقربين فأما എന്നാൽ إن كان من المقربين, ആ മരിക്കുന്ന ആൾ, മരിച്ചുകൊണ്ടിരിക്കുന്ന ആളെ കുറിച്ചാണല്ലോ പറഞ്ഞു വന്നത്. മരിക്കുന്ന ആളാണെങ്കിൽ മിനൽ മുഖറബീൻ, മുഖറബീങ്ങളിൽപ്പെട്ട ആളാണെങ്കിൽ, ഒന്നാമത് പറഞ്ഞ വിഭാഗത്തിൽ പെട്ട ആളാണെങ്കിൽ ഫറൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം, എങ്കിൽ അവനുള്ളത് റൗഹുൻ വറൈഹാനുൻ വജന്നത്തു നഈം. റൗഹ് എന്നാൽ മുഫസ്സിറുകൾ പറഞ്ഞത് കാണാം അറാഹ, റാഹത്താണത്. അതുപോലെ സ്വർഗത്തിലെ സന്തോഷവും സുഖവുമെല്ലാം ആ വാക്കിന്റെ പരിധിയിൽ ഉൾപ്പെടുന്നതാണ് റൗഹ് എന്ന വാക്ക്. റൈഹാൻ എന്നത് ഒരു സുഗന്ധ ചെടിക്ക് പറയുന്ന പേരാണ് പൊതുവെ. ഇവിടെ സ്വർഗത്തിലെ റിസ്ഖാണ് അതുകൊണ്ട് ഉദ്ദേശം എന്ന് പല മുഫസ്സിറുകളും പറഞ്ഞത് കാണാം. അവൻ മരിക്കുന്നതോടെ അവന് റാഹത്ത് ലഭിച്ചു, സ്വർഗത്തിലെ റിസ്ഖ് ലഭിച്ചു, ആശ്വാസം ലഭിച്ചു, സന്തോഷം ലഭിച്ചു. ജന്നത്തു നഈം, നഈമിന്റെ ജന്നത്തും സുഖങ്ങളുടെ സ്വർഗവും ആണവനുള്ളത്. فأما إن كان من المقربين فروح وريحان وجنة نعيم. അടുത്ത കൂട്ടരെ കുറിച്ച് അല്ലാഹു പറയുന്നു وأما إن كان من أصحاب اليمين فسلام لك من أصحاب اليمين. وأما എന്നാൽ إن كان ഈ മരിക്കുന്ന ആൾ ആണെങ്കിൽ, ഈ റൂഹ് പോകുന്ന ആളുണ്ടല്ലോ, നിങ്ങൾക്ക് റൂഹ് തിരിച്ചു കൊടുക്കാൻ സാധിക്കാത്ത ആളാണെങ്കിൽ, മിൻ അസ്ഹാബുൽ യമീൻ, അസ്ഹാബുൽ യമീനിൽപ്പെട്ട വലതുഭാഗത്തിന്റെ ആളുകളാണെങ്കിൽ, അതാരാണ്? സ്വർഗത്തിലെ നേരത്തെ മുൻപേ
അതിന്റെ ആളുകളായിത്തീരുന്ന വലിയ സ്ഥാനം സ്വർഗത്തിൽ ലഭിക്കുന്ന ആളുകളുടെ താഴെയുള്ളവർ അവരും സ്വർഗക്കാരാണ്. അള്ളാഹുവിന്റെ റഹ്മത്ത് ലഭിച്ചവരാണ്, വലിയ ഔദാര്യം ലഭിച്ചവരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തെ കുറിച്ച് പറഞ്ഞത് എന്താ? മൗദിഉ സൗത്തിൻ ഫിൽ ജന്ന ഖൈറുൻ മിനദ് ദുനിയ വമാ ഫിഹാ. സ്വർഗത്തിൽ ഒരു ചമ്മട്ടി വെക്കാനുള്ള സ്ഥലം അല്ലെങ്കിൽ ഒരു ചാട്ടവാറ് വെക്കാനുള്ള സ്ഥലം ഖൈറുൻ മിനദ് ദുനിയ വമാ ഫിഹാ, ഈ ലോകവും അതിലുള്ളത് മുഴുവനേക്കാൾ ഖൈറാണ്. ഒരു ചമ്മട്ടി ഒരു ചാട്ടവാറൊക്കെ എത്ര സ്ഥലമുണ്ട്? സുബ്ഹാനല്ലാഹ്. അതാണ് സ്വർഗത്തിന്റെ മഹത്വം. അതുകൊണ്ട് അവിടെ എവിടെ പ്രവേശിച്ചവനും ദൗർഭാഗ്യവാനല്ല, അവൻ സൗഭാഗ്യവാനാണ്. എന്നാൽ നരകത്തിൽ കടക്കാതെ അതിലേക്ക് എത്താനാണ് നാം ഓരോരുത്തരും പ്രവർത്തിക്കേണ്ടത്. അള്ളാഹു നമുക്ക് അതിന് തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അള്ളാഹു പറയുന്നത് അസ്ഹാബുൽ യമീൻ, വലതുഭാഗത്തിന്റെ ആളുകളാണെങ്കിൽ വലതുഭാഗം അത് നന്മയുടെ ഭാഗമാണ്. വലതുഭാഗം അത് നന്മയുടെ ഭാഗമാണ്. അതുകൊണ്ടാണ് ഇസ്ലാമിൽ വലത് ജമീലായ ഭംഗിയുള്ള കാര്യങ്ങളിൽ വലത് മുന്തിക്കാൻ പറയപ്പെട്ടിട്ടുള്ളത്. ഭംഗിയുള്ള കാര്യങ്ങളിൽ വലത് മുന്തിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. എന്നാൽ അത്ര ജമീലല്ലാത്ത ഭംഗി കുറഞ്ഞ കാര്യങ്ങളിൽ ഇടത് മുന്തിക്കാം. ഉദാഹരണത്തിന് നമ്മൾ ഭക്ഷണം കഴിക്കുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ തഅകുലു, നിങ്ങൾ ഭക്ഷണം കഴിക്കരുത് ഇടത് കൈകൊണ്ട് നിങ്ങൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്യരുത്. ഫഇന്ന ശൈത്താന യഅകുലു ബിശിമാലിഹി വയശ്റബു ബിശിമാലിഹി. ശൈത്താനാണ് ഇടത് കൈകൊണ്ട് തിന്നുക, ഇടത് കൈകൊണ്ട് കുടിക്കുക. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുഹിബ്ബു തയമ്മുന ഫീ തറജ്ജുലിഹി വതനഉലിഹി വതുഹൂരിഹി വഫി ശഅനി കുല്ലിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാ കാര്യത്തിലും വലത് ഇഷ്ടപ്പെട്ടിരുന്നു. മുടി ചീകുന്നതിലും ചെരുപ്പ് ധരിക്കുന്നതിലും വൃത്തിയാക്കുന്നതിലും. വുദൂ അതൊക്കെ ആദ്യം ഏതാ? വലതല്ലേ. ചെരുപ്പ് ധരിക്കുന്നതിനെ കുറിച്ച് പ്രത്യേകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇടുമ്പോൾ ആദ്യം വലത്തേതിടുക, അഴിക്കുമ്പോൾ ആദ്യം ഇടത്തേത് അഴിക്കുക. കാരണം വലത്തത് ആദ്യം ധരിക്കുന്നതും അവസാനം അഴിക്കുന്നതുമാകട്ടെ. അങ്ങനെ ചെയ്താൽ ശരീരത്തിൽ ഏറ്റവും കൂടുതൽ ചെരുപ്പ് നിന്നത് വലത്തേതിനാകും. വലതുഭാഗത്താണ് കൂടുതൽ വസ്ത്രവും ചെരുപ്പുമൊക്കെ നിന്നത് ഇടതിനേക്കാൾ. അതായിത്തീരും. അതുപോലെ നല്ല നല്ല സ്ഥലങ്ങളിൽ കയറുമ്പോൾ വലത് കാൽ വെച്ച് കയറുക. എന്താണ് അതിന്റെ ഖാഇദ? അതിന്റെ രണ്ടും വേർതിരിക്കാനുള്ള ഒരു നിയമം എന്താണ്? പണ്ഡിതന്മാരിൽ പലരും പഠിപ്പിച്ചിട്ടുള്ളത് വല്ലാഹു അലം, ഒരു സ്ഥലം അഫ്ദൽ ആണ്, മറ്റൊന്ന് മഫ്ദൂലാണ്. ഒന്ന് അഫ്ദൽ, ശ്രേഷ്ഠമാണ്. മഫ്ദൂൽ എന്നാൽ ശ്രേഷ്ഠത അതിനേക്കാൾ കുറഞ്ഞത്. മഫ്ദൂൽ, അഫ്ദൽ അതിനേക്കാൾ ശ്രേഷ്ഠം, ഏറ്റവും ശ്രേഷ്ഠം. അപ്പൊ ഏറ്റവും ശ്രേഷ്ഠമായതിലേക്ക് പോകുമ്പോൾ വലതു വെക്കുക. എന്നാൽ അഫ്ദലിൽ നിന്ന് മഫ്ദൂലിലേക്ക് പോകുമ്പോൾ ഇടതു വെക്കുക എന്ന് പണ്ഡിതന്മാരതിനെ വിശദീകരിച്ചു. അത് വളരെ നല്ല ഒരു ഖാഇദയാണ്. ഉദാഹരണത്തിന് ഒരാൾ റോട്ടിൽ നിന്ന് മസ്ജിദിലേക്ക് കയറുന്നു. ഏതാണ് നല്ല സ്ഥലം? റോഡാണോ മസ്ജിദാണോ? അങ്ങാടിയാണോ മസ്ജിദാണോ? സംശയമില്ല, മസ്ജിദാണ്. അഹബ്ബുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ വബഗദുൽ ബിലാദി ഇലല്ലാഹി അസ്വാഖുഹാ. ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം അവന്റെ മസ്ജിദുകളാണ്. ഭൂമിയിൽ അള്ളാഹുവിന് ഏറ്റവും വെറുപ്പുള്ള സ്ഥലം ചന്തകളാണ്, അങ്ങാടികളാണ്. അതുകൊണ്ട് അഫ്ദലായി ഈ സ്ഥലത്തേക്ക് കയറുമ്പോൾ നമ്മൾ വലതു വെച്ച് കയറുന്നു. ഹദീസിൽ അതിന് ചില കാര്യങ്ങളിൽ ഹദീസ് വ്യക്തമായി വന്നിട്ടുണ്ട്, ചിലത് വ്യക്തമായി വന്നിട്ടില്ല. പക്ഷെ വ്യക്തമായി വരാത്തതിൽ ഈ ഖായിദ ഉപയോഗിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഉദാഹരണത്തിന് ഒരാൾ മസ്ജിദിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നു, മസ്ജിദിൽ നിന്ന് ഒരാൾ പുറത്തേക്ക് ഇറങ്ങുന്നു, റോട്ടിലേക്ക് ഇറങ്ങുന്നു. സംശയമില്ല, മസ്ജിദ് അഫ്ദലും ശാരി മഫ്ദൂലുമാണ്. അപ്പൊ നമുക്ക് ഏത് കാലം വെക്കാം? ഇടത് കാലം വെക്കാം. ഒരാൾ റോഡിലൂടെ നടന്ന് തന്റെ വീട്ടിലേക്ക് കയറുന്നു. ഏതാണ് അഫ്ദൽ? വീടാണോ റോഡാണോ? ഏതാ? വീടാണ്, സംശയമില്ല. കാരണം ഒരു മുഅ്മിനിന് എല്ലാ ഫിത്നകളിൽ നിന്നുമുള്ള മോചനമാണ് അവന്റെ വീട്.
എല്ലാ ഷർറിൽ നിന്ന്, പുറത്തുള്ള എല്ലാ ഷർറിൽ നിന്നുള്ള അവന്റെ സംരക്ഷണ കവചമാണ് അവന്റെ വീട്. അങ്ങനെ ആയിരിക്കണം. അള്ളാഹു നമ്മുടെ മുസ്ലിമീങ്ങളുടെ എല്ലാവരുടെയും വീടിന് ആ ഊസ നൽകുമാറാകട്ടെ. ആമീൻ. അതുകൊണ്ട് വീട്ടിലേക്ക് കയറുമ്പോൾ വലത്തേക്കാൻ, വീട്ടിൽ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അഫ്ദലിൽ നിന്നും അഫ്ദൂലിലേക്കാണ് ഇറങ്ങുന്നത്. അതുകൊണ്ട് ഇടതുകാൽ. ബിസ്മില്ലാ തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ പറഞ്ഞതിലെല്ലാം ഹദീസ് നേർക്ക് നേരെ വന്നിട്ടുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. ഈ പറഞ്ഞതിലൊക്കെ ഹദീസ് നേർക്ക് നേരെ വന്നിട്ടുണ്ട് എന്നല്ല ഞാൻ പറഞ്ഞത്. മറിച്ച് പണ്ഡിതന്മാർ അതിന് പറഞ്ഞ ഖായിദയാണ് എന്ന് പറഞ്ഞത് ഇത് മനസ്സിലാക്കാനുള്ള ഖായിദ എന്താണ്. ചിലതിന് വലുതും ചിലതിന് ഇടതും പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ജമീലായ കാര്യങ്ങൾക്ക് വലുതുപയോഗിക്കുക. ഇപ്പൊ നമ്മള് നജസ് വൃത്തിയാക്കുക, അത് അത്ര ജമീലായ കാര്യമല്ല. അതുകൊണ്ട് ഇടതുപയോഗിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇസ്തിൻജാഇന് അഥവാ മൂത്രമൊഴിക്കുകയോ കാഷ്ടിക്കുകയോ ചെയ്ത ശേഷം ആ ഭാഗം അവിടെ നജസ് കൈകൊണ്ട് വൃത്തിയാക്കുമ്പോൾ ഇടതുപയോഗിക്കുക. അതത്ര ജമീലായ പ്രവൃത്തിയല്ല. മാത്രമല്ല അതുകൊണ്ടുള്ള മറ്റൊരു ഫായിദ, ഈ ഭക്ഷണം കഴിക്കുമ്പോൾ വലതു കൈ കൊണ്ടാണ് ഭക്ഷണം കഴിക്കേണ്ടത്. വലതു കൈ കൊണ്ട് ഇത് ചെയ്താലോ എന്റെ മനസ്സിലൊരു ചിലപ്പോൾ ഒരു തഖദ്ദുർ, ഒരു പ്രയാസം ഈ കൈയോട് വരും. ഭക്ഷണം ഉപേക്ഷിക്കാൻ ചിലപ്പോൾ അത് കാരണമാകും. അത് പാടില്ല. അതുകൊണ്ടാണ് ഭക്ഷണത്തിലേക്ക് ശ്വാസം വിടരുതെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. വെള്ളം കുടിക്കുമ്പോൾ എന്ത് ചെയ്യരുത്? അതിലേക്ക് ശ്വാസം വിടരുത്, പുറത്തുവിടുക. കാരണം എന്താ? മൂക്കിന്ന് വല്ലതും പോയാൽ കുടിക്കുന്നതാണ് പിന്നെ വേസ്റ്റായി പോകും. നമുക്കും കാണുന്നവർക്കും അത് ചിലപ്പോൾ പ്രയാസമായേക്കും. അവർക്ക് പ്രയാസം ഉണ്ടാക്കരുത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. യമീനിനെ മുന്തിക്കാൻ, യമീൻ നന്മയുടെ ഇതാണ് യമീൻ. ഇടത് മോശമായതിൻ്റെതാണ്. വലത് നല്ലതിൻ്റെയും ഇടത് മോശമായതിൻ്റെതുമാണ് എന്ന് ഈ പല പ്രയോഗങ്ങളിൽ നമുക്ക് കാണാം. ഫസലാമുൻ ലക മിൻ അസ്ഹാബിൽ യമീൻ, അവരോട് പറയപ്പെടും സലാമുൻ ലക, നിനക്ക് സലാം, മിൻ അസ്ഹാബിൽ യമീൻ, യമീനിന്റെ ആളുകളിൽപ്പെട്ട ആൾക്ക് സലാം എന്ന് പറഞ്ഞാൽ അവർക്ക് ശിക്ഷയിൽ നിന്നുള്ള സലാമത്തുണ്ട്, രക്ഷയുണ്ട്. അതുപോലെ മലക്കുകളുടെ സലാമും അവർക്കുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ദ്ദാല്ലീൻ ഫനുസുലുൻ മിൻ ഹമീം വതസ്ലിയതു ജഹീം. വഅമ്മാ എന്നാൽ ഇൻ കാന അവനാണെങ്കിൽ, ഈ മരിക്കുന്നവനാണെങ്കിൽ, മിനൽ മുകദ്ദിബീൻ നിഷേധികളുടെ കൂട്ടത്തിലാണെങ്കിൽ, ഹക്കിനെ തക്ദീബ് ചെയ്ത നിഷേധിച്ചവരുടെ കൂട്ടത്തിലാണെങ്കിൽ, ഹക്കിനെ കളവാണെന്ന് പറഞ്ഞ അബ്ബാലീൻ വഴിപഴച്ചവരുടെ കൂട്ടത്തിലാണ് ഈ മരിക്കുന്നവനെങ്കിൽ, ഫനുസുലുൻ അവനുള്ള വിരുന്ന്, മിൻ ഹമീം ഹമീമിന്റെ വിരുന്നാണ് അവനുള്ളത്. സുബ്ഹാനല്ലാഹ്. ഹമീം എന്നാൽ ചുട്ടുപൊള്ളുന്ന നരകത്തിലെ പാനീയമാണ്. മുഖമൊന്നാകെ കരിച്ചു കളയുന്ന, ഉള്ളിലുള്ളതൊക്കെ തകർത്ത് കളയുന്ന കടുത്ത ചൂടുള്ള പാനീയം. വതസ്ലിയതു അവനുള്ളത് തസ്ലിയത്താണ്. തസ്ലിയത്ത് എന്നാൽ കരിച്ചു കളയുക, 4 ഭാഗത്തു നിന്നും തീ മൂടുക, അതാണ് തസ്ലിയ. തസ്ലിയതു ജഹീം, ജഹീം കൊണ്ട് കരിച്ചു കളയലാണ് അവനുള്ളത്, അവനുള്ള വിരുന്നതാണ്. വഅമ്മാ ഇൻ കാന മിനൽ മുകദ്ദിബീന ദ്ദാല്ലീൻ ഫനുസുലുൻ മിൻ ഹമീം വതസ്ലിയതു ജഹീം. ഈ മരണപ്പെടുന്നവൻ അല്ലാഹുവിന്റെ ദീനിനെ നിഷേധിച്ച വഴിപഴച്ചവനാണെങ്കിൽ ഫനുസുലുൻ മിൻ ഹമീം ചുട്ടുപൊള്ളുന്ന ഹമീമാകുന്ന നരകത്തിലെ പാനീയം കൊണ്ടുള്ള വിരുന്നാണ് അവനുള്ളത്. വതസ്ലിയതു ജഹീം ജഹീമാകുന്ന നരകത്തിന്റെ കരിച്ചു കളയാനാണ് അവനെ കാത്തിരിക്കുന്നത്. ഇന്ന ഹാദാ ലഹുവ ഹഖ്ഖുൽ യഖീൻ, തീർച്ചയായും ഇത്, ഇന്ന ഹാദാ ലഹുവ, ഇന്ന എന്നത് ഉറപ്പിച്ചു പറയാനുള്ള ഒരു പ്രയോഗമാണ്, തീർച്ചയായും എന്ന അർത്ഥത്തിൽ. ഹാദാ ഇത്, ലഹുവ ഇത് തന്നെയാണ്. ഇതെങ്ങനെയുള്ളതാണ്? ഹഖ്ഖുൽ ലഹുവ എന്ന് പറഞ്ഞാൽ ല എന്നത് വീണ്ടും ഉറപ്പിച്ചു പറയുന്നു. ഹഖ്ഖുൽ യഖീൻ, ഇത് യഖീനായ ഹഖാണ്. ഹഖ് 3 തരത്തിലുണ്ടെന്നാണ്. ഒന്ന് ഇൽമുൽ യഖീൻ, മറ്റൊന്ന് ഐനുൽ യഖീൻ, മൂന്നാമത് ഹഖ്ഖുൽ യഖീൻ. ഇൽമുൽ യഖീൻ, ഐനുൽ യഖീൻ, ഹഖ്ഖുൽ യഖീൻ. ഇൽമുൽ യഖീൻ എന്നാൽ നമ്മൾ കിതാബിൽ നിന്നും സുന്നത്തിൽ നിന്നും ഒരു കാര്യം കേട്ടു, നമ്മളതിന് വിശ്വസിച്ചു, അത് ഇൽമുൽ യഖീനാണ്. ഇൽമു കൊണ്ട് നമുക്ക് വന്ന ഉറച്ച വിശ്വാസം. ഐനുൽ യഖീൻ എന്നാൽ കണ്ണുകൊണ്ട് കണ്ടിട്ടുള്ള അല്ലെങ്കിൽ കണ്ടതുപോലെയുള്ള യഖീൻ, അതാണ് ഐനുൽ യഖീൻ.
ഹഖുൽ യഖീൻ എന്നാൽ അനുഭവിച്ചാലുള്ള യഖീനാണത്. അതിന്റെ അപ്പുറത്ത് എന്തില്ല, പിന്നെ യഖീനില്ല. അങ്ങനെയുള്ള യഖീനായ ഹക്കാണിത്. ഈ പറയുന്ന കാര്യം ഇത് അനുഭവിക്കാനുള്ളതാണ്, ഇത് വരാനുള്ളതാണ്, സംശയമില്ല. ഇത് ഹക്കാണ്. ഈ ഖുർആൻ ഹക്കാണ്. ഇതിൽ പറഞ്ഞ കാര്യങ്ങൾ ഹക്കാണ്. ഫസബ്ബിഹ് ബിസ്മി റബ്ബിക്കൽ അസീം. അതുകൊണ്ട് ഇതെല്ലാം നിനക്ക് പഠിപ്പിച്ചു തന്ന സ്വർഗനരകങ്ങളെ പടക്കുകയും എന്നിട്ട് അതിന്റെ കാര്യം നിനക്ക് അറിയിച്ചു തരികയും സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴി നിന്നെ പഠിപ്പിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള കാര്യങ്ങൾ നിനക്ക് പഠിപ്പിച്ചു തരികയും നിന്നെ അതിൽ നിന്ന് താക്കീത് ചെയ്യുകയും ചെയ്ത ഖുർആൻ അവതരിപ്പിച്ച റബ്ബിനെ ഫസബ്ബിഹ്, നീ തസ്ബീഹ് ചെയ്യുക. ബിസ്മി റബ്ബിക, നിന്റെ റബ്ബിന്റെ പേരിനെ. എങ്ങനെയുള്ളവനാണ് നിന്റെ റബ്ബ്? അൽ അസീം, അവൻ അസീമാണ്. ഹുവ അഅ്ളമു മിൻ കുല്ലി അസീം, അല്ലാഹു എല്ലാ മഹാനേക്കാൾ മഹത്വമുള്ളവനാണ് റബ്ബ് സുബ്ഹാനഹു വ തആല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ആയത്തിനെ കുറിച്ച് പറഞ്ഞു, ഇജഅലുഹാ ഫീ റുകൂഇക്കും, ഇത് നിങ്ങൾ നിങ്ങളുടെ റുകൂഇലാക്കിക്കൊള്ളുക. അതുകൊണ്ടാണ് നമ്മൾ റുകൂഇൽ എന്ന് പറയുന്നത് സുബ്ഹാന റബ്ബിയൽ അസീം, സുബ്ഹാന റബ്ബിയൽ അസീം. അസീമായ എന്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ്. സബ്ബിഹ് ഇസ്മ റബ്ബിക്കൽ അഅല എന്ന ആയത്തിറങ്ങിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇജഅലുഹാ ഫീ സുജൂദിക്കും, അത് നിങ്ങൾ നിങ്ങളുടെ സുജൂദിലാക്കുക. സുജൂദിൽ നമ്മൾ ദുആ ചെയ്യുന്നു, സുബ്ഹാന റബ്ബിയൽ അഅല, ഏറ്റവും മുകളിലുള്ളവനായ അത്യുന്നതനായ എന്റെ റബ്ബ് എത്ര പരിശുദ്ധനാണ് എന്ന് നാം സുജൂദിൽ പറയുന്നു. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഗുരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന. ജാബിർ റളിയല്ലാഹു അൻഹു റിവായത്ത് ചെയ്യുന്ന ഹദീസിൽ കാണാം, മൻ ഖാല സുബ്ഹാനല്ലാഹി വബിഹംദിഹി, ആരെങ്കിലും സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഗുരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന, അവന് സ്വർഗത്തിൽ ഒരു ഈന്തപ്പന അത് അവന് വേണ്ടി നട്ടുപിടിപ്പിക്കപ്പെടുന്നതാണ്. സുബ്ഹാനല്ലാഹിൽ അസീമി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നല്ല, സുബ്ഹാന റബ്ബിയൽ അസീമി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീമി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീമി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ, സുബ്ഹാനല്ലാഹിൽ അസീമി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ ഗുരിസത് ലഹു നഖ്ലത്തുൻ ഫിൽ ജന്ന, അവന് സ്വർഗ്ഗത്തിൽ ഒരു ഈന്തപ്പന നട്ടുപിടിപ്പിക്കപ്പെടുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇമാം അൽബാനി റഹിമഹുല്ലാഹ് ഈ ഹദീസ് സ്ഥിരപ്പെട്ടതാണെന്ന് പറഞ്ഞിരിക്കുന്നു. സുബ്ഹാനല്ലാഹിൽ അസീമി വബിഹംദിഹി അത് എല്ലാ സമയത്തും നമുക്ക് പറയാവുന്നതാണ്, നിസ്കാരത്തിലല്ലാതെയും. നിസ്കാരത്തിൽ സുബ്ഹാന റബ്ബിയൽ അസീം എന്ന് റുക്കൂഇൽ പറയുക, അതിന്റെ കൂടെ വബിഹംദിഹി എന്ന് വന്ന റിവായത്തുകളുണ്ട്. അത് ശരിയാണെന്ന് ഇമാം അൽബാനി റഹിമഹുല്ലാഹ് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. രണ്ടും പറയാം, കുഴപ്പമില്ല. സുജൂദിനും അങ്ങനെ തന്നെ വബിഹംദിഹി എന്ന് ചേർക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. ചില ഹദീസുകളിൽ അങ്ങനെ വന്നിട്ടുണ്ട്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, രാവിലെ ഒരാൾ ഒരു ദിവസം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ ചൊല്ലിയാൽ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് 100 തവണ ചൊല്ലിയാൽ അവന്റെ പാപങ്ങൾ പൊറുക്കപ്പെടുമെന്ന്. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കലിമതാനി ഖഫീഫതാനി അലൽ ലിസാൻ ثقيلتان في الميزان حبيبتان إلى الرحمن سبحان الله وبحمده سبحان الله العظيم. രണ്ട് വാചകങ്ങൾ, അത് പറയാൻ നാമിന് വളരെ എളുപ്പമുള്ളതാണ്. എന്നാൽ അള്ളാഹുവിന്റെ തുലാസിൽ, നാളെ പരലോകത്ത് നമ്മുടെ അമലുകൾ തൂക്കി നോക്കപ്പെടുന്ന തുലാസിൽ, അത് ഹഖൻ ഉള്ള തുലാസാണ്. അത് മജാസിയായ ഒരു പ്രയോഗമല്ല. ചില ആളുകൾ അങ്ങനെ പറയാറുണ്ട്, ആലങ്കാരിക പ്രയോഗമാണ്. അമലങ്ങനെ തൂക്കും അള്ളാഹു സുബ്ഹാനഹു വ തആല ഉദ്ദേശിച്ചതുപോലെ എന്നാണ് അതിനുള്ള മറുപടി. അള്ളാഹു സുബ്ഹാനഹു വ തആല അമലുകൾ തൂക്കുന്ന തുലാസിൽ ഏറെ ഭാരമുള്ളതും റബ്ബിനേറെ പ്രിയപ്പെട്ടതുമായ രണ്ട് വാക്കുകൾ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. അള്ളാഹുവിന്റെ തൗഫീഖ് കൊണ്ട് അൽ-വാഖിഅയുടെ തഫ്സീർ നമ്മൾ പൂർത്തിയാക്കി. വലില്ലാഹിൽ ഹംദു വൽ മിന്ന വൽഹംദുലില്ലാഹി അല്ലദീ ബിനിഅമതിഹി തതിമ്മു സ്സാലിഹാത്ത്. ربنا تقبل منا إنك أنت السميع العليم. اللهم اقسم لنا من خشيتك ما يحول بيننا وبين معاصيك، ومن طاعتك ما تبلغنا به جنتك، ومن اليقين ما تهون به علينا مصيبات الدنيا، ومتعنا بأسماعنا وأبصارنا وقوتنا ما أحييتنا، واجعله الوارث منا، واجعل ثأرنا على من ظلمنا، وانصرنا على من عادانا،
ولا تجعل مصيبتنا في ديننا ولا تجعل الدنيا أكبر همنا ولا مبلغ علمنا ولا تسلط علينا من لا يرحمنا. والله تعالى أعلم وصلى الله وسلم على نبينا محمد وآله وصحبه أجمعين. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.